കൊച്ചു മരിച്ചു എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഒന്നുമില്ല, പൾസും ഇല്ല, ഹാർട്ട് ബീറ്റ് ഇല്ല, ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 35 മിനിറ്റ് ഇവള് കരഞ്ഞിട്ടില്ല. 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു ഇത് വന്നത്. അപ്പോഴേക്കും അവർ വെന്റിലേറ്ററിലായിരുന്നു. എന്നിട്ടാണ് പെട്ടെന്ന് റിക്കവറി വന്നത്. അടുത്ത ദിവസം അത് പക്ഷേ നമ്മൾ ഡെലിവറി ആയ സമയത്തിന് ഒരു പേജ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, മിറാക്കിൾ ബേബീസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ആ സമയം എനിക്കത് ഓർമ്മ. അതുപോലെ തന്നെ മിറാക്കിൾ ബേബി ആണോ? അപ്പോൾ എനിക്കും അറിയാമല്ലോ, ഇവരാരും എൻ്റെ അടുത്ത് പറയുന്നുമില്ല. ഇപ്പോൾ ലേബർ റൂമിൽ കിടന്നിട്ടാലും ഞാൻ നോർമൽ തന്നെ വിചാരിച്ചത്. പക്ഷേ ഡയലേഷൻ വരുന്നുണ്ടെങ്കിലും വളരെ പയ്യാണ് വരുന്നത്. പെയിൻ വരുമ്പോൾ എനിക്കാണെങ്കിൽ പെയിൻ സഹിക്കാൻ വയ്യ. ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറ, അമ്മ വരുന്നില്ല. എൻ്റെ മനസ്സിലിങ്ങനെ പറയാണ്. എൻ്റെ അപ്പുറത്ത് കിടന്ന ആൾ ഇതായി, ഇപ്പുറത്ത് കിടന്ന ആൾ ഒരാൾക്ക് സി സെക്ഷൻ, ഒരാൾ നോർമൽ. ഞാൻ മാത്രമാണ് അവിടെ ഒരേ കിടപ്പ് കിടക്കുന്നത്. സി സെക്ഷൻ ആവുന്നില്ല, നോർമൽ ആവുന്നില്ല, അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മളെ ഹോപ്പൊക്കെ നശിച്ച് ഓൾറെഡി പോയി. എടുക്കുന്നു, ഓൾറെഡി ഞാൻ ഡ്രസ്സൊക്കെ മാറിയാണ് കിടക്കുന്നത്. എന്നെ എടുത്ത് അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അമ്മ ഓടി വന്നിട്ട് അമ്മ നെഞ്ചത്തടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സിസേറിയൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഇപ്പോഴും അമ്മ അവിടെ കേസ് വരുന്നുണ്ട്. നോർമൽ, അതായത് ഒരു പ്രശ്നമില്ലായിരിക്കും. നോർമൽ വരുന്ന സമയത്ത് ഈ പൊക്കിൾ കൊടി ഉണ്ടല്ലോ ചുറ്റിയിട്ട് കരയാതെ വരുന്ന ബേബീസ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് ശേഷം വന്ന കേസാണ്. കരയാതെ വന്നിട്ട് ആ കുട്ടിക്ക് ബ്രെയിനിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ ആവും, കരയാതെ വരുന്നവർക്ക് ബ്രെയിനിൽ അഫക്റ്റ് ആയി. അപ്പോൾ കൊച്ചിൻ്റെ അമ്മ എന്താണ് ഈ മാനസിക രോഗികളെ പോലെ ശരിക്കും ഞാൻ ആ സിറ്റുവേഷനിൽ ഞാൻ എന്നെ തന്നെ ചിന്തിച്ച് നോക്കി. ഞാനാരും ശരിക്കും ആ സിറ്റുവേഷനിൽ നിൽക്കേണ്ടിയിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇതെല്ലാം വിട്ടെറിഞ്ഞ് എല്ലാവരും വിട്ടിട്ട് എവിടെയെങ്കിലും പോവാം, എന്നെ അറിയാത്തടത്ത് പോയി എങ്ങനെയും. എനിക്കാണെങ്കിൽ എന്ന് വെച്ചാൽ ചേട്ടനായാലും എനിക്ക് ആരും വേണ്ട, എല്ലാവരും വിട്ടിട്ട് പോയിട്ട് എവിടെയെങ്കിലും പോവാം, എങ്ങനെയെങ്കിലും ജീവൻ കളയാൻ പറ്റത്തില്ലല്ലോ, അതുവരെ അങ്ങ് ജീവിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പം സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോട്ടിൽ ഒരുപാട് പെയിൻസ് കാര്യം നല്ല പേര് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ലായിരുന്നു. എടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഫസ്റ്റ് വാക്ക് ആഫ്റ്റർ സി സെക്ഷൻ. ഇപ്പോഴത് ശരിക്കും മനസ്സിലായി. ചിരിക്കാൻ പറ്റത്തില്ല, കരയാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ ബെഡിൽ നിന്ന് എണീക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പാട്. ആ സമയം നമുക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്, നമുക്ക് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല. ഞാൻ പലരിടത്തും ഞാൻ പറയുന്നവരുണ്ട്, സ്യൂട്ട് റൂം നിങ്ങൾ എടുത്തിരിക്കണം. കാരണം ആ സമയം വരെ അവൾക്ക് അല്ലാത്ത പ്രശ്നം ഒരു കുഴപ്പമില്ലായിരുന്നു. നമ്മളടുത്ത് നിൽക്കുന്ന സമയം വരെ കുഴപ്പമില്ലായിരുന്നു. ഇവളെ അമ്മ അടുത്തുനിന്ന് മാറിയപ്പോൾ എനിക്കൊന്ന് ടെൻഷൻ ആയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പ്രസവ സമയത്ത് നമ്മൾ ഗർഭിണിയുടെ സമയത്ത് തന്നെ ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ എത്തിക്കേക്കും തലയിൽ. എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ നെഗറ്റീവ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ചേട്ടാ ഞാൻ ഡെലിവറി ടൈമിൽ ഞാൻ മരിച്ചു പോവോ ചേട്ടാ, ഇതൊക്കെയാണ് ചോദിക്കണത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണ? പഴയ സിനിമയൊക്കെ ഇരുന്ന് കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസ് ഒക്കെ അങ്ങനെയാണ്. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. ഐ എം സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഗസ്റ്റ് ആരാന്ന് ചിന്തിക്കാം. സന്ദീപേട്ട, രേഖ ചേച്ചി ആൻഡ് തൂലിക, സ്വാഗതം. ആളുടെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. സോ ഭയങ്കര ക്യൂട്ടായിട്ട് സൗണ്ട് ഒന്നും ഇല്ലാതെ പാവം കുട്ടി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. 5 മിനിറ്റത്തേക്ക് ഹലോ, ഒരു ചിരി കൊടുത്തേക്ക്, ഒരു ചിരിച്ചേ. പക്ഷെ ആളുടെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ ഭയങ്കര രസമാണ്. അയ്യോടാ, പറഞ്ഞ സ്ഥലത്തിന് നല്ലൊരു ചിരി കിട്ടി. എന്താലേ ഈ പ്രായത്തില് ഫസ്റ്റ് ഇന്റർവ്യൂ, ആദ്യത്തെ ക്രിസ്മസ്, ആൻഡ് നിങ്ങൾക്ക് അത് ഭയങ്കര സന്തോഷമാണ്. പാരന്റ്സ് ആയതിനു ശേഷം എങ്ങനെയുണ്ട് ഫീൽ? അതിന്റെ മാറ്റം പെട്ടെന്ന് ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ മോള് വന്നതിന് ശേഷം ഈ ക്രിസ്മസ് ആദ്യ ക്രിസ്മസ് ആണല്ലോ, അപ്പൊ ആൾക്കിപ്പോ പുതിയ പുതിയ കളേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ട്. ഇങ്ങനെ അല്ലേ, ഒരുപാട് കാര്യം നമ്മൾ പഠിക്കുകയാണ്. നിബിളും പെട്ടെന്ന് വളരുന്നുണ്ട്. നമ്മുടെ മുന്നിൽ നിന്ന് ആ ഒരു ഗ്രോത്ത് ഒക്കെ നമുക്ക് തന്നെ അയ്യോ
കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മൾ ഫോട്ടോസ് ഫോണിൽ നോക്കുമ്പോഴേ ഇത്രയും പെട്ടെന്ന് ഇത്രയും മാറിയോ, നമ്മൾ ഡെയിലി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഫോട്ടോസ് എടുത്താൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ആളുടെ ഫേസ് മാറി അങ്ങനെ അങ്ങനെ. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന അയ്യോ വളരുന്നില്ലല്ലോ കൊച്ചെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഫോട്ടോസ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ചേഞ്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ച് തുറക്കുമ്പോൾ വലുതാവും. ശരി, പിള്ളേര് പെട്ടെന്ന് വളരാന്ന് പറയും. ആൻഡ് നിങ്ങളിപ്പോ ഒരു പാരന്റ്സ് ആയത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടോ? നമുക്ക് സത്യം പറഞ്ഞാൽ ചില സമയം അങ്ങനെ ഒരു കൊച്ചുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ മറന്നു പോകും. ഞാൻ കൊച്ചിനെ കയ്യിലെടുത്തിട്ട് ചേട്ടൻ പോയിട്ട് വരട്ടെ പിന്നെ എന്റെ കൂടെയുള്ള കൂട്ടുകാരും അങ്ങനത്തെ മെച്ചൂരിറ്റി ഇല്ലാത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് പിന്നെ അങ്ങനെ ഒരു തോന്നൽ പെട്ടെന്ന് വരില്ല എന്നൊക്കെ. ഇവിടെ എങ്ങനെ ശരിക്കും എനിക്കും അമ്മ ആയെന്നുള്ളൊരിതുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാം, ഷെയർ ചെയ്യാനൊക്കെ ഒരാള്. എനിക്ക് അങ്ങനെയാണ് പൊതുവെ തോന്നിയിട്ടുണ്ട്. ചില സമയം ഞാനും മേഘയും കൂടി വൈകിട്ട് ചിലപ്പോൾ കൊച്ചിന്റെ അമ്മയെ കൊടുത്തിട്ട് ബൈക്കിൽ പോയി ചായ കുടിക്കാൻ പോകും. അപ്പോഴും നമ്മൾ മറന്നു പോകും കൊച്ചുള്ള കാര്യം നമ്മൾ കേട്ടോ. ഞാൻ ഒരു വീഡിയോ ഉണ്ടോ, ഞങ്ങള് കൊച്ചും ഞാനും പുറത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് സ്നാപ്ചാറ്റിൽ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുക്കണം. ശരിക്കും റിയൽ ലൈഫിലുള്ള കോണ്ടന്റ് ആണ് അതൊക്കെ. അവള് ചില സമയം ഇങ്ങനെ കഴിച്ചിട്ട് അപ്പൊ ഞാൻ പറയും ഇത് കൊള്ളാലോ എന്ത് പരിപാടി. അപ്പൊ ഞാൻ ഇത് കണക്ക് തന്നെ പറയും ഞങ്ങൾക്ക് വേറെ ഒരു പരിപാടിയില്ല, പാവ കൊച്ചിനെ നമ്മൾ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോഴേ അവള് സ്നാപ്ചാറ്റിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് അവള് ആനന്ദം കണ്ടെത്തും. പിന്നെ ഇനി മറ്റേ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണോ ഇനി അതിൽ നിന്ന് ഇതാവാൻ റിക്കവർ ആവാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കും. സ്നാപ്ചാറ്റിൽ നമുക്ക് ഒരുപാട് വർഷം അതിൽ കിടക്കുമല്ലോ. അപ്പൊ ഇപ്പോഴും നമ്മൾ ഈ 5 വർഷം മുന്നേയുള്ള റീക്യാപ്പ് ഒക്കെ വരുമ്പം നമ്മൾ തന്നെ നമുക്കൊരു മെമ്മറിയാണത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്നാപ്ചാറ്റിലൊക്കെ എടുക്കാൻ. ഞങ്ങള് ഈ ഡെലിവറി വീഡിയോ അത് ഞങ്ങള് ഓരോ ഇപ്പറ ഇൻഫ്ലുവൻസേഴ്സ് ഓരോരുത്തരും ഓരോ ഡെലിവറി വീഡിയോ കാണുമ്പോൾ മില്യൺ വ്യൂസ് പോവാണ്. ഞങ്ങൾ അത് എന്താ നടക്കുന്നത് നമുക്കൊരു ഐഡിയ ഇപ്പൊ വന്നു. ഇപ്പൊ പ്രത്യേകിച്ച് ആൺകുട്ടികള് എന്തായാലും ഭാര്യയുടെ കൂടെ നിൽക്കണം എന്നൊരു കോൺസെപ്റ്റ് ആളുകൾ കൂടുതൽ അറിയുകയും ഭാര്യമാരെ നിർബന്ധം പിടിക്കുകയും കൃത്യമായിട്ട് ഹസ്ബൻഡും ആ ചിന്ത മാറ്റുകയൊക്കെ ചെയ്തു. ഇതിനു മുമ്പ് വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തായാലും വൈഫിന്റെ കൂടെ എന്തായാലും നിൽക്കും മോള് വരുന്ന സമയത്ത്? ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പേടി ഇനി അത് കണ്ടിട്ട് ഇനി ചേട്ടൻ തല ഇറങ്ങി വീടി ഞാൻ ചേട്ടൻ എടുക്കാൻ. കാരണം ഞാൻ ഇതൊന്നും ലൈഫിൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല. പോവും ആരും പ്രസവിച്ചെടുക്കാൻ കൊച്ചിനെ കാണാൻ എടുക്കുമല്ലോ തൊടുവല്ലേ, എനിക്ക് പേടി. പെട്ടെന്ന് പാനിക്കായി ചേട്ടൻ എന്തെങ്കിലും പറ്റുമെന്നുള്ളായിരുന്നു എന്റെ. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അതായത് ഇങ്ങനെ നിക്കാൻ പറ്റിയാലും വേണോ, കാരണം ഇനി എന്നെ ചേട്ടനെ അതെ ഞാൻ ഇങ്ങനെ ചേട്ടനോട് ചോദിച്ചു വേണോ വേണോ എന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ ആദ്യമൊക്കെ ഈ പെയിന്റ് ഇത് കൊടുത്തിട്ട് അവള് കരയണല്ലോ. അപ്പൊ എനിക്ക് എന്തോ ഒരുമാതിരിയൊക്കെ ആയി. ഇതൊരാളും മറ്റേ ഫ്രണ്ടിൽ കിടന്ന് മരിക്കുന്ന ഇന്ന് വരെ കണ്ട ഒരാളല്ല. ഞാൻ നോക്കിയപ്പോ മുഖമൊക്കെ മാറി ഫുൾ പാനിക്കൊക്കെ ആയി തിരിഞ്ഞു നിന്നിട്ട് എന്തൊക്കെയോ ഒരു എക്സ്പ്രഷൻ ഇന്ന് വരെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ ഇത് പേടിച്ചു പോയി. കാരണം കിടന്ന് വിളിക്കുന്നതാകുമ്പോഴേ നമ്മളെ ഫ്രണ്ടിൽ നിന്ന് ഒരാൾ ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന പോലെ കിടന്ന് വിളിക്കുന്ന ഒരു ഇടയ്ക്ക് വാട്ടർ ബ്രേക്ക് ഒക്കെ ആയപ്പോ ഞാൻ പേടിച്ചു പോയി. ഞാൻ നോക്കിയപ്പോഴേ ആളെ കാണാനില്ല. മറ്റേ ഈ ജനലിന്റെ അവിടെ പോയിട്ട് തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെയൊക്കെ നിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇനി എന്റെ ടെൻഷൻ തരും, ഇനി ഈ ചേട്ടൻ എന്തെങ്കിലും പറ്റിട്ട് ചേട്ടനെ കൊണ്ടുവരുമോ ഞാൻ ആലോചിക്കണം. ഉച്ചയ്ക്ക് പെയിന്റ് ടാബ്ലറ്റ് എടുത്തെടുത്ത് അപ്പൊ മേഘ ജനിച്ചത് 7:30 രാത്രി. അപ്പൊ ഞാൻ വെച്ചാ അപ്പൊ കറക്റ്റ് ടൈം കൂടെയായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ മേഘയുടെ ടൈമിൽ ജനിക്കാനായിരിക്കും ആ ഒരു ഇത് വന്നേന്ന് പറഞ്ഞു. അപ്പോൾ 7:30 കഴിഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ ഇപ്പോൾ പെയിന്റിങ്ങിനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയാം അപ്പോൾ 7:30 കഴിഞ്ഞു. അപ്പം ഞാൻ 1:20 എന്താണ് ജനിച്ചത്. അപ്പോൾ ഇനി എൻ്റെ ടൈം ജനിക്കാനായിരിക്കും എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ആ ഒരു കൂൾ മൈൻഡ് നിൽക്കണം. കാരണം ഒരു സംഭവമില്ല. ഞാൻ ഫുള്ളി ആക്റ്റീവ് ആയിരുന്നു പ്രഗ്നൻസി സമയത്ത്. ഒരു പ്രശ്നമില്ല, ഷുഗർ ഇല്ല, ഒന്നുമില്ല, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇനി ഏജും അത്രയ്ക്കില്ല, കുഴപ്പമില്ല. 25 എന്ന് പറയുന്ന വലിയ ഏജും അല്ല. ഇത്രയും നോർമലായിട്ട് നിന്നിട്ട് എമർജൻസി ആയിട്ട് സി സെക്ഷൻ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എൻ്റെ ലൈഫിലേ വിചാരിച്ചിരുന്നില്ല. ചിലപ്പോൾ സി സെക്ഷൻ ആയിരിക്കാം എന്ന് വിചാരിച്ചു, പക്ഷെ ഇത്ര എമർജൻസി ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. മീനുലക്ഷ്മി മീനുലക്ഷ്മി നമ്മള് നോർമൽ പ്രതീക്ഷിച്ച് പോകും, പക്ഷെ നമ്മൾ രണ്ടിനും പ്രിപ്പയർഡ് ആയിരിക്കണം. എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കാറൊന്നുമില്ല. അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചാ ശരിയാ പ്രിപ്പയർഡ് ആയിരിക്കണം. അതുവരെ ഞാൻ പ്രിപ്പയർഡ് അല്ലായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞപ്പോഴാണ് ശരിയാ മനസ്സിലിങ്ങനെ. ഇപ്പൊ ഞാൻ മനസ്സിൽ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചേക്കുമായിരുന്നു. കറക്റ്റ് അടുത്ത ദിവസം പോയപ്പോ ഇങ്ങനെ ആവുകയും ചെയ്തു. ഒരിക്കലും നമ്മൾ വിചാരിച്ചു. അതുവരെ ഞാൻ ബ്ലോഗ് എടുത്ത് ഇങ്ങനെ റൂമിൽ ഇരിക്കണം, മറ്റേ അല്ലല്ലോ സ്യൂട്ട് റൂം അല്ലല്ലോ. അപ്പൊ കൊണ്ടുപോകാം. അപ്പൊ നമ്മളിങ്ങനെ വീഡിയോ പറഞ്ഞോണ്ടിരിക്കണം. അപ്പം പേര് എന്റെ സമയത്ത് ജനിക്കാനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് വിചാരിച്ചിരുന്നത് ചേട്ടൻ പോകുന്നു, കൊച്ചിനെ കിട്ടുന്നു, കൊച്ചിനെ എടുക്കുന്നു. ഞാൻ ഇങ്ങനെ പറയാം ചേട്ടൻ വീഡിയോ എടുക്കുമ്പോ ഇങ്ങനെ എടുക്കണം, ഇങ്ങനെ എടുക്കണം, അതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചേക്കണം. അതെ, അപ്പൊ എനിക്കും കാണണമല്ലോ ഇവര് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ഒരു മൊമെന്റ്, ചേട്ടനും ഭാവയും ഫസ്റ്റ് കാണുന്ന ഒരു മൊമെന്റ് എനിക്കും കാണും. അപ്പൊ അത് ഇങ്ങനെ ലാൻഡ്സ്കേപ്പിലും എടുക്കണം, പോർട്രേറ്റിലും എടുക്കണം, ആളെ നിർത്തണം, ഈ ക്യാമറ വെച്ച് അവളെ നിർത്തണം, അവനെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെയാണ്
അതായത് സിനിമയിൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന അവിടെ നിന്ന് അമ്മ ഞാൻ ഞെട്ടിപ്പോയത്. കാരണം നമ്മൾ കൂളായിട്ട് നിൽക്കുക അത്ര നേരം ലേബർ റൂമിൻ്റെ ഇവിടെ. അപ്പോൾ അവർക്ക് സി സെക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് വേറെ ഒന്നും തോന്നില്ല. കാരണം ഇപ്പം കുട്ടിയെ ജീവനോടെ എടുക്കാനുള്ള ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ആയിട്ട് ഞാൻ അത് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം എനിക്കതിലൊന്നും തോന്നില്ല. ഓക്കെ, അപ്പം സി സെക്ഷൻ എത്ര സമയം എടുക്കും? 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഇവളെ അമ്മ പറഞ്ഞ് കൊച്ചു കരഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഓൾറെഡി ഈ പ്രഗ്നൻസിയുടെ സംഭവം കഴിയുമ്പോൾ നമുക്ക് ഓരോ റീൽ ഇങ്ങനെ വരുമല്ലോ. അപ്പം അതിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം കൊച്ചു കരഞ്ഞില്ലെങ്കിൽ അവർ മറ്റേ അടിക്കുകയൊക്കെ ചെയ്യുക, അങ്ങനത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പം ഇപ്പം വരുമെന്ന് പറഞ്ഞ് നിന്നിട്ടും ഒരു 15 മിനിറ്റ് അരമണിക്കൂർ ഇവിടെ അമ്മയുടെ കോള ഒന്നും കാണാനില്ല. ആൻറ്റി അവിടുത്തെ നേഴ്സാണ്, ആൻറ്റിക്ക് അവിടെ ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ പോയിട്ട് ഒന്നും കേൾക്കുന്നില്ല. ആൻറ്റി വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല, ഒന്നും കേൾക്കുന്നില്ല. പിന്നെ ഒരു 1:45 ആയപ്പോഴത്തേക്കും കൊച്ചു കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വന്നു. അപ്പം പെട്ടെന്ന് പീഡിയാട്രിഷ്യനൊക്കെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്, NICക്കകത്തോട്ട്. അപ്പോൾ ഇങ്ങനെ പോകണം എല്ലാവരും പടപടാ അങ്ങോട്ട് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോകും. അപ്പോൾ ഞാൻ നോക്കിയപ്പം കുറച്ച് ആരും ഒന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഇവളുടെ അമ്മ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു കൊച്ചു കരഞ്ഞില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മളിത് എന്ത് പാട്, ഇവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം ഉടനെ ഡോക്ടർ പീഡിയാട്രിഷ്യൻ അകത്തോട്ട് നമ്മളെ വിളിച്ച് പിന്നെ കുട്ടികളുടെ അപ്പോൾ നമ്മൾ അകത്തോട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെന്ത് പാടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ചെന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും കുറേ നേഴ്സുമാരുണ്ട്, അവർക്ക് നമ്മളറിയാം. അപ്പോൾ ഇവരെ ഞാൻ മുഖത്ത് നോക്കിയപ്പോൾ ഇവരിങ്ങനെ തല താഴ്ത്തി. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ഈ പുള്ളി മെഡിക്കൽ ടേംസിൽ എന്തോ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലായില്ല. ഇവളുടെ അമ്മ കട്ടയ്ക്ക് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് വെച്ച് ഇത് എത്ര സമയം എടുക്കും ശരിയാവാൻ? മറ്റേ ട്യൂബൊക്കെ കൊടുത്ത് NICക്കകത്ത് ഇട്ടേക്കാണ്. അപ്പോൾ ഞാൻ ഇത് റിക്കവർ ആവാൻ എത്ര സമയം എടുക്കും പറഞ്ഞ് അത് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് പറഞ്ഞു ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറ്റേരാന്ന് പറഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങി. ഇവരാദ്യം കൊച്ചിനെ കാണുന്നതിനെ ഇടയ്ക്ക് കിടത്തിയിട്ടല്ലേ പറയട്ടെ പ്ലേഗ് പോയിട്ട്. അപ്പോൾ ഇങ്ങനെ പോയി ഞാൻ NICക്കകത്ത് പുറത്തിറങ്ങിയപ്പം ദേവിക മാഡം ആണെങ്കിൽ കയ്യിൽ നിന്നെല്ലാം പോയ ഒരു, നമുക്ക് ഒരാളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ കയ്യിൽ നിന്ന് പോയിട്ട് എന്ത് പറ്റി പെട്ടെന്ന് അറിഞ്ഞുകൂടാ. കഴുത്തിൽ ഒരു നോട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ടൈറ്റ് അല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രേണു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു രേണു എനിക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പോകണം. അപ്പോഴത്തേക്ക് മേഘ വന്നിട്ട് പറഞ്ഞു ചേട്ടാ സിസേറിയൻ കഴിഞ്ഞ് കൊണ്ടുവരാം പറഞ്ഞു. ചേട്ടാ കൊച്ചിൻ്റെ സൗണ്ട് ഞാൻ കേട്ടില്ല, കൊച്ചെവിടെ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേട്ട് അത് എക്സ്പ്രഷൻ കാണാൻ പറയാം, കാരണം ഞാൻ കൊച്ചിനെ ആദ്യമായിട്ട് കാണുന്ന ഒരാളുടെ എക്സ്പ്രഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇപ്പോൾ റെഡിയായി, ഞാൻ കേട്ട് നീ റെസ്റ്റ് എടുക്കെന്ന് പറഞ്ഞപ്പോൾ ഇവർക്ക് പിന്നെ ഇഞ്ചക്ഷൻ കൊടുത്ത് ഉറക്കി അവിടെ കൊണ്ടുപോയി. ഞാൻ പിന്നെ പുറത്തു പോയി. അപ്പം അനീഷ് വന്നു, അവനൊക്കെ വന്നപ്പം അവൻ പറഞ്ഞു, അവനൊക്കെ എന്നെ ഇത് ചെയ്ത് എടാ മെഡിക്കൽ ടേംസിൽ അങ്ങനെ എല്ലാവരും 100% അങ്ങനെ ഉറപ്പ് പറയൂല, കുഴപ്പമില്ല ഇങ്ങനെയൊക്കെ വരും. അപ്പം എൻ്റെ മനസ്സിങ്ങനെ എന്ന് പറയാം, സ്വിച്ചു നിൻ്റെ കൊച്ചാണ്, അതങ്ങനെ പോവില്ല നമുക്കൊരു സപ്പോർട്ട് മനസ്സിൽ നിന്ന് ഇങ്ങനെ കേട്ടു. അപ്പോൾ ഞാൻ പിന്നെ കാനഡയിലുള്ള എൻ്റെ ചേച്ചിയുണ്ട്, റീജ ചേച്ചി, ലെക്സ് ഗോ വിത്ത് അലക്സ് എന്ന് പറഞ്ഞിട്ട് കസിന. അപ്പോൾ ചേച്ചിയെ വിളിച്ച്, ചേച്ചിയും പ്രഗ്നന്റ് ഇപ്പോൾ ഡെലിവറി ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചി ഇതാണ് ചേച്ചി പ്രശ്നം, എടാ അത് കുഴപ്പമൊന്നുമില്ലടാ ഒന്നും വരില്ല എന്ന് ചേച്ചി ഉറക്കത്തിലാണ് പറയുന്നത്. ഞാൻ വിളിച്ചതായിട്ടല്ല, ചേച്ചി പിന്നീട് എപ്പോഴാണ് ചേട്ടൻ്റെ അടുത്ത് ഒരു അരമണിക്കൂർ ഉണ്ട്, ചേട്ടാ സച്ചു എന്നെ എന്തോ സ്വപ്നത്തിൽ എന്തോ വിളിച്ചതുപോലെ എനിക്ക് തോന്നി, ഞാൻ യഥാർത്ഥത്തിൽ വിളിച്ചതാ, ചേച്ചിക്ക് അങ്ങനെ തോന്നി എന്തോ കൊച്ചിന് എന്തോ ഇതായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ചേട്ടൻ വിളിച്ച്, ഞാൻ പറഞ്ഞു ചേട്ടാ ഇത് കണക്കാണ് ചേട്ടാ ഇഷ്യൂ എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞ് ചേട്ടനും കുറേ ആശ്വസിച്ച്. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നപ്പോൾ 2 മണിക്കൂർ എന്തോ കഴിഞ്ഞപ്പം അപ്പോഴത്തേക്കും ദേവിക മാഡം കാറിൽ കയറി തിരിച്ചു പോവാം. മാഡം പെട്ടെന്ന് തന്നെ എത്തി, എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയി. ഞാൻ ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നു, രാത്രി 2 മണിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പം 2-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിനകത്തോട്ട് കാണാനായിട്ട് കയറ്റി. അപ്പം ഞാൻ മേഘടുത്ത് ഓൾറെഡി പറഞ്ഞേടി നമുക്ക് കൊച്ചിന് നല്ല ഹെയർ കാണും, കാരണം എനിക്ക് കൊച്ചിന് നല്ല ഹെയർ ഉണ്ടായിരുന്നു, പെവുക്ക് നല്ലുണ്ട്, അപ്പം നല്ല ഹെയർ ഒക്കെ ആണെന്ന് പറഞ്ഞ പോലെ തന്നെ കൊച്ചിന് നല്ല ഹെയർ ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ എല്ലാ ആൾക്കാരും മറ്റേ നോർമൽ ബേബിയെ പോലെ കിടക്കുന്ന, ഇവിടെ ട്യൂബ് കുറേയൊക്കെ ഇട്ട് വായിക്കാത്തൂടെ പൊക്കിൽ കൂടെ ഒക്കെ ഇട്ട്, ഞാൻ പറയണത് നല്ല ഹെയർ ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇത് കിടക്കുന്നതുകൊണ്ട് അറിയാം ശ്വാസം എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നിട്ട് അവളെ അമ്മയും കുറേ കാര്യങ്ങൾ കണ്ട് എന്നൊക്കെ എന്താ പറയണമെന്ന്. അപ്പം ഒരു ആൻറ്റി ഉണ്ട് അവിടെ. ആൻറ്റി അപ്പം ഞാൻ ചോദിച്ചു, ആൻറ്റി എൻ്റെ മനസ്സിങ്ങനെ പറയണം അവിടെ നീ തൊടുമ്പോൾ ശരിയാവും എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞു. ഞാൻ ചേച്ചി തൊടാമോ എന്ന് വെച്ചപ്പോൾ ഒരു സാനിറ്റൈസറൊക്കെ കിട്ടുന്നുണ്ട് തൊട്ട്. ഞാൻ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, മനസ്സിൽ തൂലികാവാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിഷമം കൊണ്ട് നേരെ റൂമിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ റൂമിൽ എൻ്റെ അമ്മ, അവളുടെ അമ്മ, അനിയത്തി, ഞാൻ ഇങ്ങനെ കിടന്നിങ്ങനെ അവിടെ കമന്ന് ഇങ്ങനെ കിടന്നു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചു കരഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു ഭയങ്കര അത് നമ്മളെ മനസ്സ് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അത് ഞാൻ പറയും അത് ശരി അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ, ആ ഒരു പേരൻറ്റിൻ്റെ കൈ അത് തൊട്ടത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേട്ടപ്പോൾ
ഇത് ആ ഒരു ഭയങ്കര ഒരു സന്തോഷം അത് തോന്നി. പിന്നെ പെട്ടെന്നായിരുന്നു അവളെ റിക്കവറി. പിന്നെ അടുത്ത ദിവസമാണ് ഡോക്ടർ അതിന് പറയുന്നത് കൊച്ചു മരിച്ചു എന്നാണ് നമ്മൾ വിചാരിച്ചത്. കാരണം ഒന്നുമില്ല, പൾസും ഇല്ല, ഹാർട്ട് ബീറ്റ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കും അറിയാമല്ലോ, ഇവരാരും എൻ്റെ അടുത്ത് പറയുന്നുമില്ല. ഇപ്പൊ ലേബർ റൂമിൽ കിടന്നിട്ടാലും ഞാൻ നോർമൽ തന്നെ വിചാരിച്ചു. പക്ഷെ ഡയലേഷൻ വരുന്നുണ്ടെങ്കിലും വളരെ പയ്യാണ് വരുന്നത്. അപ്പോൾ വാട്ടർ ബ്രേക്ക് ആയി ടൈം പൊയ്ക്കൊണ്ടിരിക്കുവാണ്, ഡയലേഷൻ പയ്യെ വരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ആദ്യം 7:30 കാണും എന്ന് വിചാരിച്ചു. കുറച്ചുകൂടെ കഴിയും. രാത്രി 12 മണിയായിട്ടും അതേ സെയിം തന്നെ നിൽക്കുവാണ്. വേറെ ഒരു ഇതുമില്ല. എനിക്ക് നല്ല പെയിൻ ഉണ്ട്. പെയിൻ വരുമ്പോൾ എനിക്കാണെങ്കിൽ പെയിൻ സഹിക്കാൻ വയ്യ. ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ പറ, അമ്മ വരുന്നില്ല, എൻ്റെ മനസ്സിലിങ്ങനെ പറയാണ്, ഇനിയും വന്നില്ലെങ്കിൽ ഏതെങ്കിലും സി സെക്ഷൻ തന്നെ ചെയ്യും. അത് തന്നെ അവസ്ഥയുള്ളൂ. അപ്പം ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ്. പിന്നെ എനിക്ക് പെയിൻ സഹിച്ച് എനിക്ക് വയ്യ. നമ്മൾ ഈ മരവിച്ച അവസ്ഥയാവത്തില്ലേ, എന്ത് വന്നാലും നമ്മൾ ഓക്കെ ആണ്, എന്ത് വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്തോ വിധിക്ക് നമ്മൾ വിട്ടുകൊടുത്തിട്ട് നമ്മൾ അങ്ങ് കിടക്കുക, അത്രേ ഉള്ളൂ. അല്ല അതില് അവളെ അമ്മ കൂടെ ഒന്നുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓൾറെഡി വയ്യാത്തയാണ്. അപ്പോൾ അമ്മയ്ക്കും ഒരുപാട് നേരം ഉറക്കൊഴിച്ചിട്ട് ഉദിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മ കണ്ണൊക്കെ കറങ്ങി പോകുന്നു. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. കാരണം വരുന്നില്ലേ, വല്ലതും പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എടുത്തിട്ട് അമ്മ പോയി കിടന്നോ, കുഴപ്പമില്ല. അങ്ങനെ അമ്മയുടെ ഞാൻ കിടക്കാൻ പറഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വയറിൽ ഇതുപോലെ ഇത് കിട്ടുമല്ലോ, വാവയുടെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ വാഷ്റൂമിൽ പോകണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് മാറ്റിയിട്ട് തൊട്ടടുത്ത് പോവാമെന്ന് മനസ്സിൽ വിചാരിക്കുക. ഓൾറെഡി എനിക്ക് മടിയാണ്. അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ എണീക്കുമ്പോൾ പെയിൻ ഏതായാലും കൂടും. പെയിൻ കൂടിയും കുറഞ്ഞ് നിൽക്കുമല്ലേ, ആ സമയത്ത് പെയിൻ കൂടി കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നം. പിന്നെ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, കിടന്നു പോയാലും പ്രശ്നമില്ല, കിടക്കുക തന്നെ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ കിടക്കുവാണ്. വേദന വരുമ്പോൾ കാരണം എൻ്റെ അപ്പുറത്ത് കിടന്ന ആൾ ഇതായി, ഇപ്പുറത്ത് കിടന്ന ആളായി. ഒരാൾക്ക് സി സെക്ഷൻ, ഒരാൾ നോർമൽ. ഞാൻ മാത്രമാണ് അവിടെ ഒരേ കിടപ്പ് കിടക്കുന്നത്. സി സെക്ഷൻ ആവുന്നില്ല, നോർമൽ ആവുന്നില്ല, അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ ഓൾറെഡി നമ്മളെ ഹോപ്പൊക്കെ നശിച്ച് ഓൾറെഡി പോയി. ഇനി വേറെ ഒരു വഴിയില്ല, ഇനി എന്തോ ഓക്കെ അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോൾ ബീപ്പ് ഇത് സൗണ്ട് കേൾക്കുവാണല്ലേ. ഞാൻ ലേബർ റൂമിനകത്താണ്, സൗണ്ട് കേൾക്കുകയാണ്. അപ്പം എല്ലാവരും ഓടി വരുന്നു, 2 പേര് ഓടി വരുന്നു. അപ്പം ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ ആവാൻ ചാൻസ് ഇല്ലല്ലോ, ഇതിൻ്റെ പ്രശ്നമാണോ? അല്ല. അപ്പോൾ ഒരു ഡോക്ടർ ഓടി വരുന്നു. ടക്കനെ തന്നെ, അതായത് മിനിറ്റുകൾക്കകമായിരുന്നു എടുക്കുന്നു. ഓൾറെഡി ഞാൻ ഡ്രസ്സൊക്കെ മാറിയാണ് കിടക്കുന്നത്. എന്നെ എടുത്ത് അങ്ങോട്ട് ഇടുന്നു, എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അമ്മ ഓടി വന്നിട്ട് അമ്മ നെഞ്ചത്തടിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു സീൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ പറയണം, അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? കാരണം അമ്മയ്ക്ക് ഒന്നാമത് വയ്യാത്തതാണ്, തലയ്ക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അങ്ങ് വീണ് പോവും. അപ്പം ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്ന, കാരണം അതിൻ്റെ അടുത്ത് തന്നെയാണ് OT, അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് സി സെക്ഷൻ ആണല്ലോ, അതേ ഹാർട്ട് ബീറ്റ് ഇല്ല, മനസ്സിലാവും. കാരണം ഡോക്ടർ അടുത്ത് നിന്നിട്ട് പറയാണ്, അതായത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 170, 40 വരെ ഞാൻ കേട്ട്, ഹാർട്ട് ബീറ്റ് 40 വരെ ഞാൻ കേട്ടു. അത് കഴിഞ്ഞും പോയി. പക്ഷെ പുള്ളിക്കാരി ഇത് പറയുന്നില്ല. എടുത്തോണ്ട് ഓടി. നമ്മൾ പ്രിപ്പയർഡ് അല്ലല്ലോ. നമ്മൾ ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ, എനിക്ക് കറക്റ്റ് ചെയ്യുന്ന നൻപൻ സിനിമ ഉണ്ടല്ലോ, മറ്റേ വിജയുടെ, അതാ എനിക്ക് ഓർമ്മ വന്നു. കാരണം എന്താണ്, നമ്മൾ 2 കൈ ഇങ്ങനെ വെച്ച് കിടത്തുന്നു, ഒരുപാട് പേരുണ്ട്. മറ്റേ നമ്മൾ ഇങ്ങനെ കിടക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ടക്ക് ലൈറ്റൊക്കെ ഓൺ ചെയ്യുന്നു, എമർജൻസി ആയിട്ടല്ല, നമ്മൾ മനസ്സിന് പ്രിപ്പയർഡ് അല്ല. പക്ഷെ ആ സമയത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. കാരണം എല്ലാം ഓക്കെ ആവും എന്നൊരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. കാരണം എനിക്ക് എങ്ങനെയും വാവിന് കിട്ടിയാൽ മതി, അതിന് സി സെക്ഷൻ ആയാലും ഏതായാലും എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ കിടക്കുന്നു. നമുക്ക് മറ്റേ സ്പൈൻ അനസ്തേഷ്യ തരുന്നു. അനസ്തേഷ്യക്ക് കാരണം ഞാൻ ടെൻഷനായി കഴിഞ്ഞാൽ ചിലപ്പോൾ വാവയുടെ ഹാർട്ട് ബീറ്റ് പിന്നെയും കുറഞ്ഞാലോ എന്ന് പേടിച്ച് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വേദനിക്കുമോ? കാരണം എല്ലാവരും പറയുന്നുണ്ട് സ്പൈൻ അനസ്തേഷ്യ നല്ല വേദനിക്കും. അപ്പോൾ പറഞ്ഞു ഇല്ല, ചെറിയ വേദന കാണും, എന്നാലും ഞാൻ അതൊക്കെ സഹിച്ച് വലിയ തോന്നിയില്ല. പിന്നെ എന്താണ്, അവൻ്റെ അടുത്ത് പറഞ്ഞു വാവേനെ എടുക്കുമ്പോൾ ചെറിയൊരു പ്രഷർ ഫീൽ ചെയ്യും, പേടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു. വേറെ ഒന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചോദിക്കുകയാണ്, എപ്പോൾ തൊട്ടാണ് മരവിച്ച് തുടങ്ങുന്നത്? ഇതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുകയാണ്. അവർ എമർജൻസി ആയിട്ട് ചെയ്തെങ്കിലും കറക്റ്റ് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, നമ്മൾ പാനിക് ആക്കുന്നില്ല. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഒരു പ്രഷർ ഫീൽ ചെയ്യുമല്ലോ, ആ ഒരു പ്രഷർ എനിക്ക് ഫീൽ ചെയ്തു. ഭാവേനെ എടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. ഫ്രണ്ടിൽ കർട്ടനും എല്ലാം ഉണ്ട്. പക്ഷെ അവൾക്ക് അറിയുന്നില്ല. അപ്പോഴേ അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്, അവയുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. എനിക്ക് സന്തോഷം ഒന്നും ഇല്ല, മനസ്സിലൊന്നുമില്ല. നമ്മൾ ഒരു മൂകമായ ഒരു അവസ്ഥയില്ലേ, അതാണ്. അപ്പം അമ്മ അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവിടെയുള്ള എല്ലാവരെയും എനിക്കറിയാം. അപ്പം ആരും എൻ്റെ മുഖത്ത് നോക്കുന്നില്ല. ഇപ്പുറത്തുനിന്ന് ആൻറ്റി നോക്കുന്നില്ല, ഇപ്പുറത്തുനിന്ന് പുള്ളിക്കാരി നോക്കുന്നില്ല. ഞാൻ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, 2 പേരും എന്നെ നോക്കുന്നില്ല. കാരണം ഫേസ് ചെയ്യാൻ വയ്യ. നോക്കുമ്പോൾ പാവ കരയുന്നില്ല. കാരണം പിന്നെ ഞാൻ കേൾക്കുന്ന സൗണ്ട് എന്ന് വെച്ചാൽ തട്ടുന്ന സൗണ്ട്, ബബ് എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ചെയ്യുമല്ലോ, അങ്ങനെ സൗണ്ട്. ഞാൻ പ്രാർത്ഥിക്കണം, ഞാൻ അപ്പുറത്തിടുന്നൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, ഇപ്പുറത്തിടുന്നൊരു പ്രാർത്ഥന. അപ്പം ഞാൻ ശരിക്കും ദൈവം ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, കാരണം ആ സമയത്ത് എൻ്റെ പപ്പ ഏപ്രിലായപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം ഞാൻ വിചാരിച്ചു 6 മാസം പോലും ഗ്യാപ്പില്ല, അതിൻ്റെ ഇടയ്ക്ക് അടുത്തതാ. അപ്പം ഞാൻ ഇത്രയും അടുത്ത് ചെയ്യാൻ വേണ്ടി എന്താണ് ഇത്രയ്ക്ക് ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു വർഷം പോലും ഗ്യാപ്പ് തരാതെ അച്ഛനും പോയി എൻ്റെ കൊച്ചും പോയ അവസ്ഥ ആലോചിച്ച് നോക്ക്. എൻ്റെ മനസ്സിലതായിരുന്നു. പിന്നെ എനിക്ക് ബോധമില്ല. ഞാൻ പിന്നെ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, അവർ പറയുന്നത് എനിക്കറിയത്തില്ല. പിന്നെ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ബഹളം കാണാൻ എനിക്ക് ബോധമില്ല. അവരനുസരിച്ചിട്ട് ഒന്ന് ചെയ്ത് കിടത്തി. പിന്നെ എനിക്ക് ബോധം വരുന്നത് എന്നെ ഇങ്ങനെ പുറത്തെടുക്കുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. ഇവരെ മുഖം കണ്ടാൽ അറിയാം എന്താണ് സന്തോഷം അവരുടെ മുഖത്തില്ല. എനിക്കറിയാമല്ലോ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ആൾക്കാരെ എനിക്കറിയത്തില്ല. എൻ്റെ അനിയത്തിനെ ഞാൻ കണ്ടപ്പോൾ അനിയത്തിയുടെ ഞാൻ ചോദിച്ചു, ശരി വാവ കരഞ്ഞില്ല, എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അനിയത്തി പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ വേണമെങ്കിൽ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക, ചേട്ടൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസത്തില്ലേ. ചേട്ടൻ്റെ മുഖം ചിരിക്കണോ എങ്ങനെയോ കഷ്ടപ്പെട്ട് ചിരിക്കുമല്ലോ, അഭിനയിക്കാനൊന്നും ആ സമയത്ത് അറിയത്തില്ല, മറന്നുപോയി. മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. പക്ഷെ ചേട്ടൻ കുറച്ച് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. പിന്നെ വേദന നമുക്ക് ആ സമയത്ത് അറിയത്തില്ലല്ലോ, നമുക്ക് വേദനയൊന്നുമില്ല, പക്ഷെ കൊച്ചിനെന്തോ പ്രശ്നമുണ്ടെന്ന് അറിയാം. അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ എല്ലാവരും എന്നെ വന്ന് കണ്ടു. എല്ലാവരും മുഖത്ത് ഭയങ്കര സങ്കടമാണ്. സങ്കടം ഭയങ്കരമായിട്ടില്ല, പക്ഷെ സന്തോഷമില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഞാൻ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാരും മുഖത്ത് മറ്റേ ബൾബിട്ടതുപോലെ എല്ലാരും മുഖം വന്നിരുന്നു പറയണം. അതെ, രാവിലെ വാവയ്ക്ക് കുഴപ്പമില്ല, കണ്ടു, നിന്നെ പോലെ ഉണ്ട്, നല്ല ഹെയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ലൈഫിൽ ഇത്ര സന്തോഷിച്ചൊരു ഒരു മൊമെന്റ് ഇല്ല. അപ്പൊ ഞാൻ ശരിക്കും ഞാൻ പണ്ട് വിചാരിക്കുമായിരുന്നു നമ്മൾ ഈ എന്താണ് ഒരു അമ്മ കൊച്ചെന്നുള്ളൊരു റിലേഷൻ ഉണ്ടല്ലോ, ശരിക്കും അത് ഭയങ്കര വലുതാണ്. ഞാൻ വിചാരിക്കും നമ്മൾ വിചാരിക്കും രണ്ടാൾ പിരിയുന്നതാണ് വിഷമം, അതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് ചുമന്നിട്ട് കൊച്ചു നമുക്ക് കിട്ടില്ല എന്നൊരവസ്ഥ വരുമല്ലോ, അത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ. ശരിക്കും അതാണ്. ഇപ്പം എല്ലാവരും പറയും സിസേറിയൻ ആകുമ്പം ഒരുപാട് സിസേറിയൻ ആയിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം സിസേറിയൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അനുഗ്രഹമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഇപ്പോഴും അമ്മ അവിടെ കേസ് വരുന്നുണ്ട്. നോർമൽ, അതായത് ഒരു പ്രശ്നമില്ലായിരിക്കും. നോർമൽ വരുന്ന സമയത്ത് ഈ പൊക്കിൾ കൊടി ഉണ്ടല്ലോ ചുറ്റിയിട്ട് കരയാതെ വരുന്ന ബേബീസ് ഉണ്ട്. ഇപ്പോഴും എനിക്ക് ശേഷം വന്ന കേസാണ്. കരയാതെ വന്നിട്ട് ആ കുട്ടിക്ക് ബ്രെയിനിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നോർമലി അങ്ങനെ വരുന്നവർക്ക് അങ്ങനെ ആവും, കരയാതെ വരുന്നവർക്ക് ബ്രെയിനിൽ അഫക്റ്റ് ആയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് അവിടെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് വിടാൻ പറഞ്ഞു. അത് ഇനിയിപ്പോൾ കൊച്ചിൻ്റെ അമ്മ എന്താണ് ഈ മാനസിക രോഗികളെ പോലെ. ശരിക്കും ഞാൻ ആ സിറ്റുവേഷനിൽ ഞാൻ എന്നെ തന്നെ ചിന്തിച്ച് നോക്കി, ഞാനായിരുന്നു ശരിക്കും ആ സിറ്റുവേഷനിൽ നിൽക്കേണ്ടിയിരുന്നത്. കാരണം കൊച്ചിന് അപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്ത് ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്ത് ചെയ്യാം. അപ്പം കൊച്ചു കരഞ്ഞിട്ടില്ല, ഏകദേശം പോയെന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പായി. കാരണം എനിക്ക് ആരുടെ പറഞ്ഞൊന്നും കരയാൻ പോലും പറ്റുന്നില്ല, പോയി എന്ന് എൻ്റെ മനസ്സിൽ ഉറപ്പായി. അപ്പം ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത് ഇനി എന്തായിരിക്കും അടുത്ത് ചെയ്യേണ്ടത്. അപ്പം എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇതെല്ലാം വിട്ടെറിഞ്ഞ് എല്ലാവരും വിട്ടിട്ട് എവിടെയെങ്കിലും പോവാം, എന്നെ അറിയാത്തടത്ത് പോയി എങ്ങനെയും. എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് മരിക്കാനൊക്കെ പേടിയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചില്ല. എവിടെയെങ്കിലും പോയി ജീവൻ അവസാനിക്കുന്നവരെ ചാവുന്നവരെ അവിടെ കിടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോഴും ഞാൻ ഇവരാരും വിട്ടിട്ട് പോയി, എനിക്ക് ആരും വേണ്ട എന്ന് വെച്ചാൽ ചേട്ടനായാലും എനിക്ക് ആരും വേണ്ട, എല്ലാവരും വിട്ടിട്ട് പോയിട്ട് എവിടെയെങ്കിലും പോവാം, എങ്ങനെയെങ്കിലും ജീവൻ കളയാൻ പറ്റത്തില്ലല്ലോ, അതുവരെ അങ്ങ് ജീവിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുക. അപ്പം ഞാൻ വിചാരിക്കുന്നത് സ്റ്റിച്ചും കൊണ്ട് എങ്ങനെ ഓടും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത്. അവിടെ കിടന്ന് നമ്മൾ ശരിക്കും സ്റ്റിച്ച് ഇട്ടിട്ട് എങ്ങനെ ഓടും, പറ്റുമോ, എങ്ങനെ ആരും അറിയാതെ പോവും, ഇതൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. സത്യം ഞാൻ വിചാരിക്കും എന്തൊക്കെയാണ് ഞാൻ വിചാരിച്ച കൂട്ടിയെന്ന്. കാരണം നമുക്ക് വേറെ ഒന്നും ഇല്ല, കാരണം ഭാവിയിൽ നമുക്ക് വേറെ ആരും വേണ്ട എന്നുള്ളൊരിതായിരുന്നു സത്യം പറഞ്ഞാൽ. ആ സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്ത് ഇപ്പൊ നമുക്ക് കേൾക്കുമ്പോ വുമൺ എന്ന രീതിയിൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എങ്ങനെ ആ സ്ട്രോങ് ആയിട്ട് അത് ഇപ്പൊ നമ്മൾ ചുറ്റും കാര്യങ്ങൾ നടക്കണു, ഈ പെയിൻ അനുഭവിച്ചു, ഇപ്പൊ സിസേറിയൻ കഴിഞ്ഞിരിക്കുമ്പോ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് അത് ഇങ്ങനെ ആ സമയത്ത് ഭയങ്കര സ്ട്രോങ് ആവും. എനിക്ക് തോന്നുന്നു മേഘ അങ്ങനെ സ്ട്രോങ് ഉള്ള ഒരാളല്ല, അല്ല ഭയങ്കര വീക്കാണ് അവള്. അപ്പൊ ഞാൻ പല കാര്യങ്ങളും ഇപ്പം ഒരു കാര്യം നെഗറ്റീവ് വരുമ്പോൾ തന്നെ ഞാൻ എന്താണ് അവളോട് പറയുന്നവർ പറയട്ടെ, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാനാണ് പറഞ്ഞോണ്ട്. പക്ഷെ അവൾ ഇത്രയും സ്ട്രോങ് ആണെന്നുള്ള ഇത് കഴിഞ്ഞ ശരിക്കും നമ്മളെ ലൈഫിൽ നമുക്ക് ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ടേണിംഗ് പോയിന്റ് വരും. ആ ഒരു ടൈമിൽ നമ്മൾ സ്ട്രോങ് ആവും, നമുക്ക് എവിടെന്നോ ഒരു എന്താണ് ധൈര്യം നമുക്ക് കിട്ടും. അതായിരിക്കും ശരിക്കും അന്ന്. ആരും എൻ്റെ കൂടെ ഇല്ല എനിക്ക്, പക്ഷെ എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഓക്കെ ആവും എന്ന്. എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് ഓക്കെ ആവും, ധൈര്യമായിട്ടിരിക്കണം. കാരണം ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കരുത്. എൻ്റെ അടുത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, ടെൻഷൻ അടിച്ചാൽ വാവയ്ക്ക് ഹാർട്ട് ബീറ്റ് പിന്നെയും കുറയും, കൂളായിട്ടിരിക്കുക. അങ്ങനെയാണ് കൂളായിട്ട് കിടന്നത്. പക്ഷെ വാവ കരഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കെല്ലാം പോയി, കൂള് മൊത്തം. അതുപോലെ തന്നെ ലേബർ റൂമിൽ 15 മിനിറ്റ് അടുപ്പിച്ച് അല്ല ഇവള് പോയി അവളെ അമ്മ ഇവളെ അടുത്തുനിന്ന് പോയി 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഈ ഒരു സംഭവം ഉണ്ടായത്. ഞാൻ പലരിടത്തും ഞാൻ പറയുന്നവരുണ്ട് സ്യൂട്ട് റൂം നിങ്ങൾ എടുത്തിരിക്കണം. കാരണം ആ സമയം വരെ അവൾക്ക് അല്ലാത്ത പ്രശ്നം ഒരു കുഴപ്പമില്ലായിരുന്നു, നമ്മളടുത്ത് നിൽക്കുന്ന സമയം വരെ കുഴപ്പമില്ലായിരുന്നു.
ഇവളെ അമ്മ അടുത്തുനിന്ന് മാറിയപ്പോൾ എനിക്കൊന്ന് ടെൻഷൻ ആയിട്ടുണ്ട്. പിന്നെ ഓൾറെഡി പ്രസവ സമയത്ത് നമ്മളെ ഗർഭിണിയായ സമയത്ത് തന്നെ ഒരുപാട് നെഗറ്റീവ് സാധനങ്ങൾ കുത്തിക്കേക്കും തലയിൽ. അത് എനിക്ക് പേഴ്സണൽ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, ഇപ്പൊ നമ്മൾ നെഗറ്റീവ് ആണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ചേട്ടാ ഞാൻ ഡെലിവറി ടൈമിൽ ഞാൻ മരിച്ചു പോവോ ചേട്ടാ, ഇതൊക്കെയാണ് ചോദിക്കണത്. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കണ? പഴയ സിനിമയൊക്കെ ഇരുന്ന് കണ്ടു. ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന റീൽസ് ഒക്കെ അങ്ങനെയാണ്. എനിക്ക് എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനത്തെ തരുന്നത് എനിക്ക് അറിയത്തില്ല. ഞാൻ അത് സെൻഡ് ചെയ്ത് കൊടുക്കുന്ന പറയുന്നതൊക്കെ അതാണ്. ഇപ്പൊ എന്റെ ലൈഫിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, ഇപ്പൊ നമ്മൾ മനസ്സിൽ എന്താണോ പേടിക്കുന്നത്, ഭയങ്കര പേടിക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, അത് സംഭവിക്കും. കാരണം ഇപ്പം അതിനുശേഷം വാവ ഉണ്ടായ ശേഷം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കും, ദൈവമേ ഞങ്ങൾ ഈ പാൽ കൊടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ താഴെ പോയി എന്ത് ചെയ്യും, ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ പേടിക്കും, വാവ താഴെ പോയി എന്ത് ചെയ്യും. അതുപോലെ ഞങ്ങൾ ഒരു ദിവസം പാൽ കൊടുത്തോണ്ടിരുന്നപ്പോഴത്തേക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം ഞങ്ങൾ പ്ലാസ്റ്റിക് ചെയറാണ് ഇരുന്നിരുന്നത്. ഓൾറെഡി അതിൻ്റെ കുറച്ച് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് മാറ്റിയെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ ഞാൻ ഇരുന്നു. അനിയത്തി പറഞ്ഞാണ് ഇരുന്നു. അപ്പം ഞാൻ ഇവിടെ തല വെച്ചത്. അപ്പോൾ അനിയത്തി പറഞ്ഞിട്ട് ഇവിടെയല്ലേ നീ കഴിഞ്ഞ വട്ടം കൊടുത്തേ, അപ്പം ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തലയെടുത്ത് ഇവിടെ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ടപ്പോന്ന് പറഞ്ഞ് കസാര പൊട്ടി ഞങ്ങൾ താഴെ വീണു. ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ വാവയുടെ തല ഞാൻ ഇപ്പുറത്ത് വെച്ചുകൊണ്ട് പ്രശ്നമില്ല. ഇപ്പുറത്തായിരുന്നെങ്കിൽ തൊട്ടപ്പുറത്തൊരു മേശ ഉണ്ടായിരുന്നു. അപ്പം ഇവള് മൊത്തം എൻ്റെ കയ്യിലായിരിക്കുന്നത്. അപ്പം എനിക്ക് പ്രശ്നം പറ്റത്തുള്ളൂ, ഇവക്ക് പറ്റത്തില്ല. ആ സൗണ്ട് കേട്ട് ഇവളൊന്ന് കരഞ്ഞതല്ലാതെ വേറെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന് ശരിക്കും. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കണം, ഞാൻ പേടിക്കുന്നതൊക്കെ എണ്ണ വിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോഴായിരുന്നാലും നമ്മൾ മനസ്സിൽ ഇപ്പൊ അടിക്കാൻ പറ്റില്ല, ഔട്ടാവും. ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാടാണ്, ഒരിക്കലും നെഗറ്റീവ് ആവരുത്. ഞാൻ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. ശരിക്കും ഇപ്പൊ ഞാൻ പോസിറ്റീവാണ്. അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ആ ഒരു ചേഞ്ചസ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും നമ്മൾ പോസിറ്റീവ് കാര്യങ്ങൾ വിചാരിച്ചാൽ അത് നമ്മൾ അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് പണ്ടേ ഞാൻ ആരും പറഞ്ഞാൽ ഇത് എത്ര പേര് വിശ്വസിക്കുന്ന എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് പേഴ്സണൽ ലൈഫിൽ ഞാൻ വിശ്വസിച്ചുള്ള ഒരു കാര്യം ഇപ്പം പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ എല്ലായിടത്തും ഞാൻ പറയും എക്സസൈസ് ചെയ്യണം. എനിക്ക് പേഴ്സണലി അറിയുന്നുള്ള ഇപ്പോൾ പല ആൾക്കാർ പണ്ടുള്ളവർക്ക് അത് കുഴപ്പമില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് അത് പ്രശ്നമാണ്. അപ്പോൾ എക്സസൈസ് ഉറപ്പായിട്ടും ചെയ്യണം. മേഘയെടുത്ത് ഞാൻ പറഞ്ഞു അടി എക്സസൈസ് ചെയ്യണേ. ഡെലിവറിക്ക് 10 ദിവസം മുമ്പ് ഇറങ്ങിയപ്പോൾ മാത്രം തുടങ്ങി. ഡോക്ടർ അതിനുമ്പേ പറയാണ് വർക്കൗട്ട് ചെയ്യണം, നടക്കണം, ചെറിയ അപ്പൊ അത് എന്തായാലും ചെയ്യണം. പിന്നെ സ്യൂട്ട് റൂം, കാരണം അത് നമ്മൾ അടുത്തുണ്ടെങ്കിൽ അത്രയും ടെൻഷൻ. പക്ഷെ ഇപ്പൊ എത്ര എക്സസൈസ് ചെയ്താലും സി സെക്ഷൻ ആവുന്നവരുണ്ട്. ഡെലിവറി ആകുമ്പോൾ നോർമലും സി സെക്ഷന് രണ്ടും പ്രതീക്ഷിച്ച് പോവാം. കാരണം എന്തും എപ്പോ വേണോ സംഭവിക്കാം. ഒരാളുടെ ഡെലിവറി നോർമൽ ആണെന്ന് പറഞ്ഞ് അതും കണ്ട് ഹാഹു എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. അല്ല, എക്സസൈസ് ചെയ്താൽ നഷ്ടമില്ല. അതിപ്പോ സിസേറിയൻ നഷ്ടമില്ല, നമുക്ക് നല്ലതാണ്, ബോഡി എപ്പോഴും നല്ലതായിട്ടിരിക്കും. ഈ സിസേറിയൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയിൽ ഒരുപാട് പെയിൻസ് കാര്യം, അത് നല്ല പേര് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ലായിരുന്നു എടുക്കുന്നത്. ആദ്യ ദിവസമൊക്കെ ഭയങ്കര നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഫസ്റ്റ് വാക്ക് ആഫ്റ്റർ സി സെക്ഷൻ. ഇപ്പോഴത് ശരിക്കും മനസ്സിലായി അതെന്താ ഒരു ഉദ്ദേശിച്ചത് ഇപ്പൊ മനസ്സിലായതൊക്കെ. അത് ഒരു എന്നിട്ട് ഞാൻ ആശുപത്രി എന്നിട്ട് ഞാൻ എന്തെങ്കിലും കോമഡിയാണ് നടിക്കുമ്പോഴേ ചിരിക്കാൻ പറ്റത്തില്ല. കാരണം മൊത്തത്തിൽ നമ്മുടെ ഇവിടെ അതായത് ചിരിക്കാൻ പറ്റത്തില്ല, കരയാൻ പറ്റത്തില്ല. നമ്മൾ ഇങ്ങനെ ബെഡിൽ നിന്ന് എണീക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ പാട്. നമ്മൾ എണീക്കുന്നില്ലേ, കിടക്കുക, എണീറ്റിട്ട് വാക്ക് ചെയ്യാനും പിന്നെയും പാടില്ല. പക്ഷെ എണീക്കുന്നൊരിതുണ്ട്. ആ സമയം നമുക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല. ഞാൻ ഇങ്ങനെയാണ് നമ്മൾ ഇരിക്കുന്നത്, നമുക്ക് ശ്വാസം വിടാൻ പോലും പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഏറ്റവും വലിയ നമ്മുടെ ഹോബി എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കാണാനായിട്ട് ചില വൈകിട്ടോ രാവിലെയോ ഒക്കെ കൊണ്ട് കയറ്റേണ്ട അകത്ത്. അപ്പോൾ അങ്ങനെ പോവും കൊച്ചിനെ കാണാം. അപ്പം പെട്ടെന്ന് പിന്നെ റിക്കവറി അല്ല. പിന്നെ എനിക്കൊന്ന് മൊത്തം 3 ദിവസമാണ് പിന്നെ ഈ ഫസ്റ്റ് ട്രയൽ തന്നെ ഓക്സിജൻ ബ്രെയിനിൽ കിട്ടുമല്ലോ. അപ്പൊ അത് കിട്ടാത്തോണ്ട് കുറെ ടെസ്റ്റുകളുണ്ട്. അപ്പൊ അതെല്ലാം ഓക്കെ ആവുന്നത് വരെ നമ്മൾ ടെൻഷൻ ആയിരുന്നു. എക്സാമിന് റിസൾട്ട് വരുമ്പോൾ ഇത്ര ടെൻഷൻ അടിച്ചിട്ടില്ല. ഞാൻ അതൊന്നും ഒരു ടെൻഷനേ ഇല്ലായിരുന്നു എക്സാമിന്. പക്ഷെ ഇത് ആവുമ്പോ എല്ലാം ഓക്കെ ആയെന്ന് കേട്ടപ്പോഴാണ് സന്തോഷമായത്. എല്ലാ ടെസ്റ്റും ചെയ്തു, കുഴപ്പമൊന്നുമില്ല. അതും 35 മിനിറ്റ് ഇവള് കരഞ്ഞിട്ടില്ല. 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ചെറിയൊരു ഇത് വന്നത്. അപ്പോഴേക്കും അവർ വെന്റിലേറ്ററിലായിരുന്നു. എന്നിട്ടാണ് പെട്ടെന്ന് റിക്കവറി വന്നത്. അടുത്ത ദിവസം അത് പക്ഷേ നമ്മൾ ഡെലിവറി ആയ സമയത്തിന് ഒരു പേജ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, മിറാക്കിൾ ബേബീസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട്. അതെനിക്ക് ആ സമയം എനിക്ക് അത് ഓർമ്മ. അതുപോലെ തന്നെ ബേബി ഒരു മിറാക്കിൾ ബേബിയാണ്. ഇത്രയും കഥ പറയുമ്പോഴേ എനിക്ക് ആളെയും കൂടെ ഒന്ന് ഇരുത്തണം എന്നുണ്ട്. കാരണം ഈ സ്റ്റോറി കേട്ടിട്ട് വന്നൊരാളാണ്. കാരണം പ്രതീക്ഷയൊക്കെ തെറ്റിച്ച് നമ്മുടെ മിറാക്കിൾ ബേബി ആണോ?
ചിരിച്ചാ ചിരിയാണ് മെയിൻ ആളുടെ. അതെ, നമ്മൾ റൂമിൽ കൊണ്ടുവന്നതിന്റെ അന്ന് തന്നെ ഭയങ്കര ചിരിയായിരുന്നു. അത് വീഡിയോ എടുപ്പുണ്ട് നമ്മള്. ഭയങ്കര ചിരിയാണ്. എനിക്ക് ആളുടെ കൂടെ നിങ്ങൾ ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ശരിക്കും ആൾക്ക് ഇഷ്ടമാണോ ചെയ്യാൻ? ആ വീഡിയോ ചെയ്യാൻ ക്യാമറയൊക്കെ ഒന്ന് ആദ്യം നോയിക്കൊണ്ടിരിക്കും, അങ്ങനെയൊക്കെ നോയിക്കൊണ്ടൊക്കെ ഇരിക്കും. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങളുടെ പണ്ടത്തെ ആഗ്രഹമല്ലേ ബേബി വന്നിട്ട് അവളെ കൂട്ടിട്ട് വീഡിയോ ചെയ്യണം? അത് ആഗ്രഹമാണ്. ആദ്യം നമുക്ക് സിസേറിനൊക്കെ ആകുമ്പോൾ പറ്റത്തില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ബാക്കി എല്ലാവരും വാവേനൊക്കെ വെച്ച് വീടിയിരുന്നു, എനിക്ക് മാത്രം എന്താ പറ്റാത്തത്? കാരണം വാവയും ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു 3 months ഒക്കെ ആയപ്പോഴത്തേക്കും അവൾ ഓക്കെ ആയി. കുഴപ്പമില്ല. പിന്നെ ഗ്യാസിന്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ കുഴപ്പമില്ല. പിന്നെ റൂമിൽ സിസേറിയൻ ചെയ്ത് മാറ്റിയപ്പോഴത്തേക്കും അടുത്ത ദിവസം അവിടെയുള്ള കോസ്മയിലുള്ള എല്ലാവരും ഞങ്ങളെ കാണാൻ വരുന്നുണ്ട്. കാരണം എല്ലാവർക്കും അതിശയമാണ്. കാരണം 35 minute ഇല്ലാത്തൊരു കൊച്ച് പിന്നെ കൊടുത്തു പിന്നെയാണ് വന്നത്. അപ്പം എല്ലാവരും മറ്റേ ഈ ഭയങ്കര ഒരു അത്ഭുതത്തോടെയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം എല്ലാവരും എന്നെ വന്ന് കാണും, പിന്നെ അപ്പുറത്ത് NACയിൽ വാവിനെ പോയി കാണും. അപ്പം ഡോക്ടർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഡോക്ടർ ചോദിച്ചിട്ട് അമ്മ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അമ്മ അടുത്ത ദിവസം ചോദിച്ചപ്പോൾ ഡോക്ടർ പറയുന്നത് കാരണം ഒന്നുമില്ല, അതായത് ഹാർട്ട് ബീറ്റും ഇല്ല, ബ്രീത്തിങ് ഒന്നും ഇല്ലാത്തൊരു കുട്ടി. ഞാൻ എങ്ങനെ പറയും സൗമാനിക്ക് തിരിച്ചു തരാൻ പറ്റുമെന്ന്? ജീവൻ ഇല്ലാത്ത കുട്ടി ഞാൻ എന്ത് ചെയ്യും എന്നാണ് ഡോക്ടർ പറയുന്നത്. അവളെ അമ്മ അവിടെ 12 വർഷം 30 വർഷം 20 ഒന്നും പറയുന്നില്ല. ആന്റി ചോദിച്ചിട്ട് ഒന്നും അവർ റിപ്ലൈ കൊടുക്കുന്നില്ല, ഒന്നും ചെയ്യില്ല. പിന്നെ അടുത്ത ദിവസം ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് പറയുന്നത്.